പതി ഗോപിമാരുണ്ടവിടമതിൽദാ പൈക്കറപ്പൊന്നു പിന്നെ തഞ്ചത്തിൽ ജ്യേഷ്ഠനോടൊത്തഴകൊടു ഭഗവാൻ തത്ര പാടുന്നു ഭാഗ്യം. ചെഞ്ചമ്മീ കണ്ണ് രണ്ടും പരമസുഹൃതവാരാശിയിൽ ചാടി മുങ്ങിത്തൻ ചാരത്തെത്തുവാനായി കുതുകമൊടു കൊതിക്കൊന്നിതുകൂടെ. അങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ കഥ പറയുമ്പം ആ സുഹൃതവാരാശിയിൽ പൊങ്ങി പൊങ്ങി കളിക്കുകയല്ലേ നമ്മള്. അതുകൊണ്ട് ഭഗവാന്റെ മകൻ ഇപ്പൊ ഈ ദിഗ്വിജയത്തിന് പോകുന്നത് നമുക്കൊരു നല്ലൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ പറയുമ്പോ. ഇപ്പൊ എന്തായി പറഞ്ഞാല് പ്രദ്യുമ്നൻ ആ അദ്ദേഹത്തിന് രത്നമാലയൊക്കെ ശക്രസഖൻ എന്നുള്ള ഗന്ധർവന് കൊടുത്തു എന്നല്ല പറയുന്നത്. അപ്പം ദേവദുന്ദുഭി മുഴക്കിക്കൊണ്ട് ആനപ്പുറത്തേറി ദേവനന്ദൻ അവിടെ വന്നു ചേർന്നു. ശത്രുവാകാമെന്ന് ധരിച്ച് യാദവ സൈന്യം ആയുധധാരികളായി തയ്യാറെടുത്ത് നിൽപ്പായി. അപ്പൊ ദേവേന്ദ്രനാണ് ഈ പറഞ്ഞത്. ദേവേന്ദ്രനാണെന്ന് അറിഞ്ഞ സമയത്ത് എല്ലാവരും സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. അതിന് അങ്ങനെയാണല്ലോ. സഭാമധ്യത്തിൽ വെച്ച് ഇന്ദ്രൻ പ്രദ്യുമ്നോട് പറഞ്ഞു, ഹേ രാജൻ, അങ്ങ് പരാൽപരനാണ്, സാധാരണക്കാരനല്ല. ഹേമാദ്രിയുടെ താഴ്വരയിൽ ലീലാവതി എന്നൊരു നഗരിയുണ്ട്. സുകൃതി എന്ന വിദ്യാധരനാണ് അവിടുത്തെ രാജാവ്. അതും സാധാരണക്കാരന് സുകൃതിയാണ്. അദ്ദേഹത്തിന്റെ പുത്രി സുന്ദരിയുടെ വിവാഹത്തിനായി എല്ലാ ദേവന്മാരും മാത്രമല്ല അഷ്ടദിക്പാലന്മാരും എത്തിച്ചേർന്നിട്ടുണ്ട്. താൻ ആരെ കാണുമ്പോൾ മോഹാലസ്യപ്പെട്ടു പോകുമോ അയാളെ മാത്രമേ വരനായി സ്വീകരിക്കുകയുള്ളൂ എന്നാണ് അവളുടെ നിബന്ധന. അനുജന്മാരുമൊത്ത് അവിടുന്ന് സ്വയംവരത്തിന് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആര് പറഞ്ഞത്? ദേവേന്ദ്രൻ പ്രദ്യുമ്നോട്. പ്രദ്യുമ്നെ കാണുമ്പോൾ എന്തായാലും ബോധം കിട്ടുപോകും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. ഇത് കേട്ട് പ്രദ്യുമ്നൻ എന്ത് ചെയ്തു? അനുജന്മാരും ദേവേന്ദ്രനും ഒന്നിച്ചിട്ട് തന്നെ പോയി. ദേവേന്ദ്രനും കൂടെ കൂട്ടിയിട്ട് തന്നെ ലീലാവതിപുരിയിലേക്ക് പോയി. വിശാലമായതും വിചിത്ര അലങ്കാരങ്ങൾ കൊണ്ട് വിധാനിച്ചതും അതുപോലെ മുത്തുമാലകള്, രത്നങ്ങള് ഇവകളെ കൊണ്ട് തോരണങ്ങൾ തൂക്കിയതും സ്വർണ സിംഹാസനങ്ങൾ നിറയെ ഇട്ടിരിക്കുന്നതുമായ വിവാഹവേദി മറ്റൊരു ഇന്ദ്രപുരി പോലെ തോന്നി. വേറൊരു നമ്മൾ വന്നിപ്പം ദേവേന്ദ്രന്റെ സ്ഥലത്തേക്കാണോ എത്തിയത്? ഇന്ദ്രപുരി ആണോ ഇതൊന്നും തോന്നിപ്പോകുന്നാണ് പറയുന്നത്. മലമുകളിൽ സിംഹം കണക്കെ പ്രദ്യുമ്നൻ ആ സ്വയംവര മണ്ഡപത്തിൽ ദിവ്യ ആസനത്തിൽ ഇരുന്നു. മാത്രമല്ല ഇന്ദ്രനും അഗ്നിയും കുബേരനും വരുണനും വസുക്കളും സിദ്ധന്മാരും വിദ്യാധരിമാരും കിന്നരന്മാരും എന്ന് വേണ്ട എത്രയോ ആൾക്കാര്, പലരും സർവാഭരണഭൂഷകളുടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രദ്യുമ്നെ കണ്ടപ്പോൾ അവരുടെ വിവാഹാശ തന്നെ നശിച്ചു. ഇനി കാര്യമില്ല തോന്നിച്ചെന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ സുന്ദരി രത്നഹാരമേന്തി രംഭ, സരസ്വതി, രമ മുതലായവരെ കൂടി നാണിപ്പിക്കത്തക്ക വിധം സുന്ദരി തന്നെ സൗന്ദര്യമുള്ളവളായി അവിടെ പ്രവേശിച്ചു. അവളെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ബോധം കെട്ടുപോയി, മോഹിച്ചുപോയി. ദിവ്യാംബരമണിഞ്ഞ് താമരക്കണ്ണനായ മനുഷ്യലോകത്തിലെ ഏറ്റവും സുന്ദരനായ പ്രദ്യുമ്നന്റെ സമീപം എത്തിയപ്പോൾ അവൾ മൂർച്ഛിച്ചു പോയി, ബോധം കെട്ടുപോയി. എന്താ കഥ? അല്പം കഴിഞ്ഞപ്പോൾ ആ വിദ്യാധരിക്ക് ബോധം വന്നു. വിദ്യാധരി സ്ത്രീയാണ് കേട്ടോ, മനുഷ്യ സ്ത്രീയല്ല. ബോധം വന്നു. ഉടനെ എഴുന്നേറ്റ് അവൾ എന്ത് ചെയ്തു? ഒരു രത്നമാല പ്രദ്യുമ്നന്റെ കഴുത്തിൽ അണിയിച്ചു. വിദ്യാധരേശനായ സുകൃതി മകളെ പ്രദ്യുമ്നന് കൊടുക്കുകയും ചെയ്തു. അതങ്ങനെയാണല്ലോ, ബോധക്കേട് വന്നാൽ പിന്നെ വിവാഹം കഴിക്കുന്നതിന് ബോധക്കേട് വന്ന് വിവാഹം കഴിച്ചു പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ കൊടുത്തു. വാദ്യഘോഷങ്ങൾ മുഴങ്ങി. ദേവകൾക്ക് ഇത് കണ്ട് സഹിക്കാനായില്ല കേട്ടോ. മേഘം സൂര്യനെ മറക്കുന്നത് പോലെ ആ വിവാഹത്തെ അവർ തടസ്സപ്പെടുത്തി. മതം കൊണ്ട ദേവകൾ കോപിച്ചു. വില്ലെടുത്ത് വരുന്നത് കണ്ട പ്രദ്യുമ്നൻ കൃഷ്ണദത്തമായ വില്ലെടുത്ത് ബാണങ്ങൾ തൊടുത്തു. അവരുടെ ആയുധങ്ങൾ മുറിച്ച് ചട്ടഭേദിച്ചു കളഞ്ഞു. ദേവന്മാർ നാലുപാടും ഓടിപ്പോയി കളഞ്ഞില്ലേ. പിന്നെന്താ, അവിടെ അങ്ങനെ പ്രദ്യുമ്നൻ സ്വയംവരവും കഴിഞ്ഞു. ഈ ദിഗ്വിജയവും കഴിഞ്ഞു, അതിനടുത്തൊരു സ്വയംവരവും കഴിഞ്ഞു. ഇളാവത ഖണ്ഡവും ജയിച്ച് ഭാരതത്തിലേക്ക് പുറപ്പെട്ടു, നമ്മുടെ രാജ്യത്തേക്ക് വന്നു. ഭ്രാതാക്കളും കുന്തി മന്ത്രിമാരും സേനയുമൊത്ത് ജയപേര് മുഴക്കിക്കൊണ്ടാണ് വരവും. അങ്ങനെ ഭാരതഖണ്ഡത്തിലെത്തി.
അനേകം ദേശങ്ങൾ കണ്ട് ജംബുദ്വീപം മുഴുവൻ ജയിച്ച പ്രദ്യുമ്നൻ ആനർത്തം എന്ന ദ്വാരകാ ദേശത്തെ പ്രാപിച്ചു. പ്രദ്യുമ്നാൽ മുമ്പേ അയക്കപ്പെട്ട ഉദ്ധവൻ യദുസഭയിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഭഗവാൻ കേൾക്കെ പറഞ്ഞു ഉഗ്രസേനോട്, ഭാരതഖണ്ഡവും ജംബുദ്വീപത്തിലെ മറ്റെല്ലാ ഖണ്ഡങ്ങളും ജയിച്ച് കപ്പം വാങ്ങി വരുന്നതാരും സുതനായ പ്രദ്യുമ്നൻ എന്ന് പറഞ്ഞു. ഓരോ രാജ്യത്തിലും വെച്ച് നടന്ന സംഭവങ്ങളും അവിടുത്തെ വിജയങ്ങളും മുഴുവൻ ഉദ്ധവൻ വിസ്തരിച്ച് സഭയെ കേൾപ്പിച്ചു. ശ്രീകൃഷ്ണ ബലരാമന്മാരോടും പൗരവൃദ്ധന്മാരോടും കൂടി പ്രദ്യുമ്നനെ കൂട്ടിക്കൊണ്ടുവരാൻ ഉഗ്രസേനൻ പുറപ്പെട്ടു. വാദ്യഘോഷങ്ങൾ മുഴക്കിക്കൊണ്ടും മലര്, പുഷ്പം മുതലായവ വർഷിച്ചുകൊണ്ടും ബ്രാഹ്മണർ, പുഷ്പത്തിന് മലർന്ന് പേരുണ്ട് കേട്ടോ, ഇത് ആ മലരല്ല, ബ്രാഹ്മണർ വേദങ്ങൾ ഉരുവിട്ടുകൊണ്ടും സുഗന്ധദ്രവ്യങ്ങൾ തളിച്ചുകൊണ്ടും ശംഖ്, ദുന്ദുഭി, താളം എന്നിവ ഘോഷിച്ചുകൊണ്ടും ഗന്ധങ്ങളും അക്ഷതങ്ങളും ഒരുക്കി സ്വർണപാത്രത്തിൽ ധൂപദീപങ്ങളോടെ അനപ്പുറത്തേറിക്കൊണ്ട് പ്രദ്യുമ്നൻ സ്വീകരിക്കാൻ ഉഗ്രസേനൻ വന്നു. മഹാരാജാവല്ലേ, അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ദിഗ്വിജയത്തിന് പോയത് പ്രദ്യുമ്നൻ. അപ്പൊ ഉഗ്രസേനന്റെ പുരോഭാഗത്ത് നീട്ടിപ്പിടിച്ച വാളുമായ പ്രദ്യുമ്നൻ ഭ്രാതാക്കളോടും യദുക്കളോടും ചേർന്ന് വണങ്ങി തൊഴുതു നിന്നു. ശ്രീകൃഷ്ണൻ, ബലരാമൻ, ഗർഗാചാര്യൻ മുതലായ ഗുരുജനങ്ങളെയും വണങ്ങി. ബ്രാഹ്മണരെയും മുറപോലെ വന്ദിച്ച് വേദഘോഷങ്ങൾക്കിടയിൽ പ്രദ്യുമ്നൻ ആനപ്പുറത്ത് കയറ്റിക്കൊണ്ട് ഉഗ്രസേനൻ ദ്വാരകാപുരിയിലേക്ക് പോയി. ഗംഭീരാണേ. ദ്വാരകയിൽ എല്ലാ ഗ്രഹങ്ങളും മംഗളാചരണം നടത്തി. ഹേ രാജൻ, ഞാൻ പറയണു, കഥ കേട്ടോളൂ അങ്ങ്. പ്രദ്യുമ്നന്റെ ദിഗ്വിജയ കഥയും ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ, ഇനി എന്താണ് കേൾക്കേണ്ടത് പറയൂ. നാരദൻ ബഹുരാക്ഷനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന് എന്ത് കേൾക്കേണ്ടി വരും? ഈ രാജസൂയം കേൾക്കേണ്ടി വരൂലേ നമ്മുടെ ബഹുരാക്ഷനി? പറഞ്ഞു അദ്ദേഹം. മഹർഷി, ഉഗ്രസേന എങ്ങനെയാണ് രാജസൂയം കഴിച്ചത് എന്ന് കൂടി അങ്ങ് പറഞ്ഞു തന്നാലും. ഇത്രയും പറഞ്ഞു തന്നില്ലേ, ഇനി അതുകൂടി ഇതിന്റെ ഒരു ഭാഗല്ലേ അത്? രാജാവിന്റെ ഇംഗിതം പറഞ്ഞ നാരദൻ പറഞ്ഞു തുടങ്ങി. യദുകുലാചാര്യനെ ഗർഗാചാര്യനിൽ നിന്നും മുഹൂർത്തം കേട്ട ശേഷം, അദ്ദേഹം മുഹൂർത്തം കുറിക്കേണ്ടത് പുരോഹിതനല്ലേ, സ്വജനങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ചു വരുത്തി ശ്രീകൃഷ്ണ സഹായത്തോടെ ഉഗ്രസേന മഹാരാജാവ് രാജസൂയം ഭംഗിയായി നടത്തി. ഋഷിമാരെയും മുനിമാരെയും ബ്രാഹ്മണരെയും ക്ഷണിച്ചു. അവർ പുത്രന്മാരോടും ശിഷ്യന്മാരോടും ചേർന്ന് ദ്വാരകയിലെത്തി. വേദവ്യാസൻ, ശുകൻ, മൈത്രേയൻ, പരാശരൻ, പൈലൻ, സുമന്തു, ദുർവാസാവ്, ജൈമിനി, വൈശംപായനൻ, ഞാനും നാരദരി പോരാ, പരശുരാമൻ ഉണ്ടായിരുന്നു അവിടെ. ദത്താത്രേയൻ, അസിതൻ, അങ്കിരസ്, ദേവലൻ, വാമദേവൻ, ഓയോയോ ഒന്നും പറയണ്ട, അത്രി, വസിഷ്ഠൻ, കണ്ണൻ, വിശ്വാമിത്രൻ, നമ്മുടെ ദേശക്കാരനുണ്ടല്ലോ അദ്ദേഹം, ശതാനന്ദൻ, ഭരദ്വാജൻ, ഗൗതമൻ, കപിലൻ, സനകാദികള്, വിഭാണ്ഡൻ നമ്മളെ ഋഷ്യശൃംഗന്റെ അച്ഛൻ, പതഞ്ജലി, ദ്രോണര്, കൃപൻ, പ്രാഡ്വീപാകൻ, ശാണ്ഡില്യൻ, ഇത്രയും മഹർഷിമാരും മാത്രമല്ല മറ്റനേകം പേര് ശിഷ്യന്മാരോടൊന്ന് എത്തിച്ചേർന്നു. ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ, ദേവന്മാർ, രുദ്രഗണങ്ങള്, മരുദ്ഗണങ്ങള്, ആദിത്യന്മാര്, 11 ആദിത്യന്മാരുണ്ടെന്നല്ല പറയുന്നത്, അതാണ് ആദിത്യന്മാര്, ഒരാളല്ല. വസുക്കള്, അഗ്നി, അശ്വിനി ദേവകള്, യമൻ, വരുണൻ, ചന്ദ്രൻ, കുബേരൻ, ഗണപതി, സിദ്ധന്മാര്, വിദ്യാധന്മാര്, ഗന്ധർവന്മാര്, അതുപോലെ കിന്നരന്മാര്, കിംപുരുഷന്മാര്, അപ്സരസുകള്, വിദ്യാധരികള്, വേതാളങ്ങള്, ദൈത്യന്മാര്, ദാനവന്മാര്, പ്രഹ്ലാദൻ, മഹാബലി എന്നിവരും ഭീകരന്മാരായ രാക്ഷസന്മാരൊന്നിച്ച് ലങ്കാധിപനായ വിഭീഷണനും വന്നു. വാനന്മാരോടൊന്നിച്ച് വായുപുത്രനായ ഹനുമാനും വന്നു. കരടികളുമായ വൃക്ഷരാജനായ ജാമ്പവാനും വന്നു. പക്ഷികളൊന്നിച്ച് പക്ഷിരാജാവായ ഗരുഡനും വന്നു. നാഗങ്ങളൊന്നിച്ച് വാസുകിയും വന്നു. കാമധേനുക്കളൊന്നിച്ച് ഭൂരൂപം കൊണ്ട ഭൂമിദേവിയും ശരീരം ധരിച്ച മേരുവും ഹിമാലയവും വൃക്ഷലതാദികളും, അയ്യോ അയ്യോ അയ്യോ, മഹാത്ഭുതം മഹാത്ഭുതം. വൃക്ഷലതാദികളെല്ലാം രൂപം ധരിച്ചിനി. ഔഷധികളും അക്ഷയ വടവും മഹാനദികളൊന്നിച്ച് ഗംഗയും യമുനയും രത്നങ്ങളെ വഹിച്ചുകൊണ്ട് 7 സമുദ്രങ്ങളും രാജസൂയത്തിന് ദ്വാരകയിലെത്തി. കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ ഇതുവരെ ഇങ്ങനെയുള്ളൊരു രാജസൂയം? ഞാൻ കേട്ടിട്ടില്ല. സപ്തസ്വരങ്ങളും നവാരണ്യങ്ങളും 3 ഗ്രാമങ്ങളും
നവോഷരങ്ങളും 14 ഗുഹകള്, തീർത്ഥരാജനായ പ്രയാഗ പുഷ്കരം, ബദര്യാശ്രമം, സിദ്ധാശ്രമം, വിനാശനകുണ്ഡം, സരോവരങ്ങള്, ക്ഷേത്രങ്ങള്, ഗിരിരാജനായ ഗോവർദ്ധനം, വൃന്ദാവനം, വ്രജത്തിലെ വനങ്ങള്, അതുപോലെ സരസ്സുകള്, അതുപോലെ കുണ്ടങ്ങള് എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ തടാകം പോലെ, കീർത്തി, യശോദ, ഗോപികൾ, സഖികൾ എന്നിവരെല്ലാരും വന്നു അവിടത്തേക്ക്, ആ ദ്വാരകയിലേക്ക്. എവിടെയെല്ലാം അവർ വസിച്ചു അവിടമെല്ലാം ഗോപീഭൂമിയായി തീർന്നു. അവരുടെ അംഗരാഗങ്ങളിൽ നിന്നും ഗോപീചന്ദനം ഉണ്ടായി. ഇങ്ങനെയാണ് ഈ ഗോപീചന്ദനം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. ധൃതരാഷ്ട്രൻ, കലിയുടെ അവതാരമായ ദുര്യോധനൻ, ദുഷ്ടൻ, ശാല്വൻ, ഭീഷ്മൻ, കർണൻ, കുന്തി പുത്രന്മാരായ യുധിഷ്ഠിരനുണ്ട്, ഭീമസേനനുണ്ട്, അർജുനനുണ്ട്, നകുലൻ, ക്ഷണിക്കാതെ അവരാരുമില്ല, എല്ലാരും ക്ഷണിച്ചിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ദമഘോഷൻ, വൃദ്ധശർമാവ്, ജയസേനൻ, ദൃഷ്ടകേതു, ഭീഷ്മകൻ, അയ്യോ ഒന്നും പറയണ്ടേ, നാഗജിത്ത്, കോസലാധിപൻ, ബൃഹൽസേനൻ, അങ്ങയുടെ മുത്തച്ഛനായ മിഥിലാധിപനും ബൃഹൽസേനനും, ധൃതി എന്നിവരും മറ്റനേകം പറഞ്ഞറിയിക്കാനാവാതത്ര സുഹൃത്തുക്കളും സംബന്ധികളുമായ രാജാക്കന്മാരും രാജസൂയത്തിനെത്തി കേട്ടോ. ആര് പറഞ്ഞു കൊടുക്കുന്നു? നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഈ രാജാവിന് കഥ കേട്ടാൽ മതിയാവൂല, എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. പ്രത്യേകിച്ച് ഭഗവാന്റെ പിന്നുൾത്തളിരിങ്കൽ മറ്റൊരു വിചാരം വന്നു ബാധിച്ചിടായി എന്നോമൽ കമലായ ദാക്ഷകരുണാമുക്തി കിശോരാകൃതി പൊന്നിൻ കാൽത്തളയും കിലുക്കി മടിവിട്ടം വാടിയിൽ പോലെ എൻ മുന്നിൽ തന്നെ തെളിഞ്ഞു പുഞ്ചിരി പൊഴിച്ചും കൊണ്ടു മിന്നീടണം. അവനോട് നമുക്കതല്ലേ പ്രാർത്ഥിക്കാനുള്ളൂ. പുരുഷാർത്ഥ സിദ്ധിക്കുള്ള തുറന്ന വാതില് പോലെ നിൽക്കുന്ന രൈവതാദ്രിക്കും സമുദ്രത്തിനുമിടക്കുള്ള പിണ്ടാരക ക്ഷേത്രത്തിലാണ് യജ്ഞം ആരംഭിച്ചത് കേട്ടോ. യജ്ഞകുണ്ടത്തിന്റെ വിസ്തീർണം 5 യോജനയായിരുന്നു. ചെറിയതൊന്നും നമ്മ ഗണപതി കഴിക്കുന്നവരൊന്നുമില്ല. 1 യോജനയുള്ള ബ്രഹ്മകുണ്ടവും ഈ 2 ക്രോശങ്ങളിലെ 5 കുണ്ടങ്ങളും ഉണ്ടാക്കിയിരുന്നു. വേറെ വേറെ യജ്ഞവേദികളും 100 കൈകൾ ഉയരത്തിൽ യജ്ഞസ്തംഭവും നിർമ്മിക്കപ്പെട്ടു. 5 യോജന വിസ്തൃതിയുള്ള യജ്ഞമണ്ഡപം വിധാനങ്ങളാലും തോരണങ്ങളാലും കുലവാഴകളാലും അലങ്കരിക്കപ്പെട്ടിരുന്നു. ഭോജ, വൃഷ്ണ്യന്ധക, മധു, ശൂരസേനാദികൾ ഒന്നിച്ചുഗ്രസേനൻ ദേവന്മാരൊത്ത് ഇന്ദ്രൻ എന്നത് വണ്ണം. എങ്ങനെയാണ് ദേവസഭയിലെ ദേവേന്ദ്രൻ എങ്ങനെയാണോ അതുപോലെ ശോഭിച്ചു. ജ്ഞാവതാരമായ നമ്മുടെ ഭഗവാൻ കൂടെ ഉണ്ടായതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ കംസൻ പണ്ടേ കൊന്നേനെ. ജ്ഞാവതാരമായ ശ്രീകൃഷ്ണൻ വിഭൂതികളാൽ പരമാത്മാവെന്ന പോലെ പുത്രപൗത്രാദികളും ഒക്കെ വിരാജിച്ചു. ഭഗവാൻ തന്റെ പ്രസന്റ് മഹാസംഹാരങ്ങൾ മുഴുവൻ ഒരുക്കിയതിനു ശേഷം ഗർഗാചാര്യനെ ഗുരുവായി വരിച്ച് രാജാവ് യജ്ഞദീക്ഷ ചെയ്തു. ഹോതാക്കൾ 10 ലക്ഷം, ദീക്ഷിതർ 10 ലക്ഷം, ഉദ്ഗാതാക്കൾ 5 ലക്ഷം എന്ന കണക്കിൽ കർമ്മികൾ ഉണ്ടായിരുന്നു. 10, 20, 100, 200, 1000 അല്ലാട്ടോ, ലക്ഷങ്ങൾ. ആനയുടെ തുമ്പിക്കൈ വണത്തിൽ നെയ്യ് ധാരധാരയായി ഹോമിക്കപ്പെട്ട് അഗ്നിക്ക് അധികരണം ബാധിച്ചു. ഇത്രയല്ലേ പറയണ്ടു. ശ്രീലോകത്തിൽ ഒരൊറ്റ ജീവി പോലും വിശപ്പുള്ളതായി ഉണ്ടായിരുന്നില്ല. സോമപാനം ചെയ്ത ദേവകൾ അതീവ തൃപ്തരായി, സന്തോഷായി ദേവന്മാർക്ക്. രുചിമതി എന്ന തന്റെ ധർമ്മപത്നിമൊത്ത് ഉഗ്രസേനൻ, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര്. ഇതുവരെ അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് എവിടെയും പറയുന്ന കേട്ടിട്ടില്ല. ഇപ്പോഴിതാ പറയുന്നത് രുചിമതി. അദ്ദേഹം പിണ്ടാരക തീർത്ഥത്തിൽ അവഭൃത സ്നാനവും ചെയ്തു. വിധിയാവണ്ണം വേദസൂക്തങ്ങളോട് വ്യാസാദി മുനികൾ ഉഗ്രസേനനെ സ്നാനം ചെയ്യിച്ചു. ദക്ഷിണയുമൊത്ത് ശോഭിച്ചു. ദേവദുന്ദുഭികൾ മുഴങ്ങി. ഭേരി, പെരുമ്പറ മുതലായ വാദ്യങ്ങൾ ഭൂമിയിലും മുഴങ്ങി. ഉഗ്രസേനന്റെ മേൽ ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി. ഇപ്പൊ ഈ നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവ് ചെയ്ത ഇതൊന്നും ഇത്രയും ഗംഭീരായിരുന്നില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. പൊന്നണിയിച്ച അനവധി ഗജങ്ങളെയും കോടിക്കണക്കിൽ കുതിരകളെയും യജ്ഞാന്തത്തിൽ ദക്ഷിണ ചെയ്തു. നവരത്നങ്ങളും സ്വർണവും വസ്ത്രങ്ങളും ഗൃഹോപകരണങ്ങളും ഗർഗാചാര്യന് അനേകം ദാനം ചെയ്തു. 1000 ആനകളെ കൊടുത്തു, 10,000 കുതിരകളെ കൊടുത്തു, 20 ഭാരം സ്വർണവും വീതം ഓരോ ബ്രാഹ്മണനും ദാനം ചെയ്തു. ഈ ഗർഗാചാര്യനെല്ലാം മരുത്തന്റെ മഹായാഗത്തിൽ എന്ന പോലെ ബ്രാഹ്മണർ
സ്വർണപാത്രങ്ങൾ അവിടെ തന്നെ ഇട്ടേച്ചു പോയി. അതൊന്നും വേണ്ട. ബ്രാഹ്മണർ അതീവ സംതൃപ്തരായി തിരിച്ചുപോയി. അവരവരുടെ ഭാഗങ്ങൾ കിട്ടിയ ദേവന്മാരും സ്വസ്ഥാനത്തേക്ക് പോയി. അനവധി ദ്രവ്യങ്ങളോടെ ബന്ദികൾ ജയ ജയാ പാടിക്കൊണ്ട് വീടുകളിലേക്ക് പോയി. രാക്ഷസന്മാർ, ദൈത്യന്മാർ, ദാനവന്മാർ, കരടികള്, പക്ഷികള്, നാഗങ്ങള്, വാനന്മാര്, പശുക്കള്, ശൈലങ്ങള്, വൃക്ഷങ്ങള്, തീർത്ഥങ്ങള്, നദികള്, സമുദ്രങ്ങള് എന്ന് വേണ്ട എന്തൊക്കെയാ ഞാൻ പറഞ്ഞു തരേണ്ടത് മഹാരാജാവേ. ഇവരൊക്കെ സ്വന്തം വാസസ്ഥലങ്ങളിലേക്ക് മടങ്ങി നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു. ക്ഷണിച്ചു വരുത്തപ്പെട്ട രാജാക്കന്മാരുണ്ടല്ലോ, അവരൊക്കെ പൂജിച്ചു. അങ്ങനെ പൂജിക്കപ്പെട്ട് സമ്മാനിതരായ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചു. അവരും പോയി. ആര്? ക്ഷണിച്ചു വരുത്തിയ രാജാക്കന്മാരൊക്കെ. നന്ദാദികളായ ഗോപമുഖ്യന്മാരെ ശ്രീകൃഷ്ണൻ വിദ്യാപണ്ഡം പൂജിച്ചു. വളർത്തച്ഛനല്ലേ, അത് കൊടുക്കാനൊരു തൃപ്തി കൂടുതലുണ്ടാവും ഉണ്ണിക്ക്. സന്തോഷഭരിതരായ നന്ദാദികളും ഗൃഹത്തിലേക്ക് പോയി. ഇങ്ങനെ ഉഗ്രസേനന്റെ രാജസൂയത്തെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ. എവിടെ ശ്രീകൃഷ്ണ ഭഗവാനുണ്ടോ അവിടെ എന്താണ് സഫലമാകാത്തത്? അത് തന്നെ നമുക്കും പറയാനുള്ളത്. എവിടെയുണ്ടോ ഭഗവാൻ അവിടെയൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു വരുന്നത് തന്നെ ആ പൊന്നുതമ്പുരാന്റെ അനുഗ്രഹം ആശ്വാസം വേണ്ട പോലെ നമ്മളെ ചൊരിയുന്നത് കൊണ്ട് തന്നെയല്ലേ. കിമലഭ്യം ഭവതി പ്രസന്നേ ശ്രീനികേതനേ. പൂർണ്ണനായി പരേശനായി സർവഭൂതാത്മാവായിരിക്കുന്ന പുരാണപുരുഷനായ കൃഷ്ണ ഭഗവാൻ, ആ പൊന്നുതമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കഥ കേൾക്കുന്നവന്റെ കുലം പരിശുദ്ധമാക്കപ്പെടുന്നു. യാതൊരു പരമേശ്വരനായ ശ്രീഹരിയാണോ യജ്ഞമെന്ന വ്യാജേന ഭൂഭാരം തീർക്കാൻ ചതുർയൂഹമായി അവതരിച്ചത്, യദുകുലശ്രേഷ്ഠനും അനന്തഗുണവാനുമായ അവിടത്തേക്ക് നമസ്കാരം, അവിടത്തേക്ക് നമസ്കാരം, അവിടത്തേക്ക് നമസ്കാരം എന്നും നാരദ മഹർഷി പറഞ്ഞു നിർത്തി. ബഹുലാശ്വ മഹാരാജാവ് ശ്രീകൃഷ്ണ ധ്യാനത്തിൽ മുഴുകിപ്പോയി. കുറെ സമയം ഇങ്ങനെ ധ്യാനത്തിൽ മുഴുകിയിട്ട് നിമീലിതാക്ഷനെ കണ്ണടച്ചിരുന്ന അദ്ദേഹം അങ്ങനെ ഈ ഒരു ഖണ്ഡമാണ് അങ്ങനെയാ പറയാ. ഇനിയിപ്പോ എന്താ പറയേണ്ടത്? ഈ ബലഭദ്രസ്വാമിന്റെ അവതാരത്തിനെ കുറിച്ചിട്ട് കേൾക്കേണ്ടി വരും. ഇനി അതാണ് ഇനിയിപ്പോ കേൾക്കാൻ പറയുന്നത്. ബഹുലാശ്വ മഹാരാജാവ് നാരദ മഹർഷിയോട് പറഞ്ഞു. വീണ്ടും ചോദിച്ചു അദ്ദേഹം. നമ്മുടെ ഇതില്ലേ പരീക്ഷിത മഹാരാജാവ് ചോദിച്ചത് ശ്രീ സുഭദ്ര മഹർഷിയോട് ചോദിക്കുമല്ലോ ഓരോരോ കഥ, അതുപോലെ തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നത് പോലെ ഈ ബഹുലാശ്വ മഹാരാജാവ് നാരദ മഹർഷിയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. നാരദ മഹർഷി പറഞ്ഞുകൊണ്ടേയിരുന്നു. രണ്ടാം പേർക്കും മതി വരുന്നില്ല. ഭഗവൻ, കരിമ്പിൻ കഷ്ണത്തെക്കാൾ മധുരമുള്ള വിശ്വജിത്ത് ഖണ്ഡം ഞാൻ അങ്ങയിൽ നിന്നും കേട്ടു. കടിക്കുന്നതൊക്കെ അങ്ങനെ ഏത് ഭാഗത്തായാലും കരിമ്പിന് മധുരമല്ലേ, അത്രയും മധുരത്തോടെ ഞാനത് കേട്ടു. ഭഗവത് കഥകൾ എത്ര തന്നെ കേട്ടിട്ട് എന്റെ മനസ്സിന് തൃപ്തി വരുന്നില്ലല്ലോ മഹർഷേ. പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഓരോ പത്നിയിലും 10 വീതം പുത്രന്മാരുണ്ടായെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ, അതെനിക്ക് ഓർമ്മയുണ്ട്. അവരുടെ പുത്രന്മാരും പൗത്രന്മാരുമായി ലക്ഷക്കണക്കിനുണ്ടായി എന്നും പറഞ്ഞു അങ്ങ്. ദേവതയിൽ ബലരാമന് പുത്രന്മാരൊന്നും ഉണ്ടായിട്ടില്ല. ആ കഥ ഉണ്ടായിട്ടില്ലേ? ആ കഥ പറഞ്ഞു കേട്ടാ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ നാരദ മഹർഷി പറയാൻ തുടങ്ങി. ഭഗവാനെന്നും സംഘർഷണെന്നും അച്യുതാഗ്രജനെന്നും ബലഭദ്രനെന്നും കാമപാലനെന്നും കീർത്തിക്കപ്പെടുന്ന ബലരാമന്റെ കഥ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം മഹാരാജാവേ. കേട്ടോളൂ, ശ്രദ്ധിച്ചു കേട്ടോളണേ. ഇടക്കിടക്ക് ഇങ്ങനെ എന്നിട്ടോ എന്ന് ചോദിക്കണ്ട, ഞാൻ പറഞ്ഞോളൂ, അങ്ങ് കേട്ടാ മതി. ഒരിക്കൽ ദുര്യോധന്റെ ഗുരുവായ പ്രാഡ്വീപാകൻ എന്ന മഹർഷി ഹസ്തനാപുരത്തിലെത്തുകയുണ്ടായിട്ടോ. ദുര്യോധനൻ അദ്ദേഹത്തെ വേണ്ടതുപോലെ ആദരിച്ചു, സൽക്കരിച്ചു, പീഠത്തിൽ മേലിരുത്തി. ദുര്യോധനൻ അദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. പിന്നെ ഇതൊക്കെ അറിയാമോ? തൊഴുകയോടെന്ന് ദുര്യോധനൻ സംശയം ചോദിച്ചു. സംഘർഷണനായ സാക്ഷാൽ ബലരാമൻ എന്ത് കാരണമായിട്ടാണ്, ആരുടെ പ്രാർത്ഥന മൂലമാണ്, ഏതു ലോകത്തു നിന്നാണ് ഇവിടെ അവതരിച്ചത് എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഗുരുവാണല്ലോ, ഈ ദുഷ്ടന്റെ ഗുരുവല്ലേ ബലഭദ്രസ്വാമി, അതുകൊണ്ട് അറിയാൻ വേണ്ടി താല്പര്യം. ഈ ഹസ്തിനാപുരം തന്റെ ഹലത്താൽ ആകർഷിച്ച് ചിരിച്ചു നിർത്തി എന്നെ ഗതാഭ്യാസം ചെയ്യിച്ചു. അദ്ദേഹത്തിന്റെ പ്രഭാവം വിസ്തരിച്ച് കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് പ്രാഡ്വീപാകനോട് ഇദ്ദേഹം പറഞ്ഞു. ആര്? ദുര്യോധനൻ. ഹേ സുയോധന, ഹേ ദുര്യോധന, യഥോത്തമനായ ബലരാമന്റെ പ്രഭാവം കേട്ടാലും അത് കേൾക്കുന്നത് തന്നെ പാപകരമാണ്. കേട്ടാൽ തന്നെ പാപം ഓടി ഒളിക്കും.
ദ്വാപരാന്തത്തിൽ ദൈത്യന്മാർ രാജാക്കന്മാരായി ജനിച്ച് അവരാലുള്ള ഭാരം സഹിക്കാതെ ഗോരൂപം കൊണ്ട് ഭൂമിദേവി ബ്രഹ്മാവിന് ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് മഹാദേവനോടും ദേവകളോടും വിഷ്ണുവിനോടും കൂടി വാമനമൂർത്തിയുടെ ഇടത്തെ പെരുവിരൽ തട്ടിയുണ്ടായ വെള്ളലിലൂടെ യാത്ര ചെയ്ത് ബ്രഹ്മദ്രവം സമുദ്രമായി കിടക്കുന്നതും കണ്ടുകൊണ്ട് വിരജാ നദിയുടെ തീരത്തെത്തി. അപ്പോൾ മുമ്പിലായി അനേക കോടി സൂര്യപ്രഭാ സമൂഹം കണ്ടതിനെ നമസ്കരിച്ചു. ഒരുപാട് 11 സൂര്യന്മാരൊന്നല്ല, എത്രയോ സൂര്യന്മാരുടെ പ്രകാശം ഗുണലക്ഷണങ്ങൾ തികഞ്ഞ സംഘർഷണ രൂപത്തെ ധ്യാനിച്ചു. സഹസ്രവദനൻ ആദിശേഷൻ പ്രസന്നനായി കൊണ്ടവിടെ ആവിർഭവിച്ചു. ആദിശേഷന്റെ ശരീരം വളച്ചു വച്ചതിന്റെ മടിയിലായി വൃന്ദാവനം, ഗോവർദ്ധനം, കാളിന്തി, കഞ്ചനികഞ്ചങ്ങൾ, ലതകൾ, വൃക്ഷങ്ങൾ, ഗോപാലന്മാര്, ഗോപികമാരെന്ന് വേണ്ട ഇവകളാലൊക്കെ മനോഹരിയായ സർവലോകവന്ധ്യമായ ഗോലോകം ദർശിച്ചു. അനുജ്ഞാപൂർവം അതിലേക്ക് കടന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് കടന്നു അർത്ഥം. അവിടത്തിൽ പ്രവേശിച്ചപ്പോൾ അസംഖ്യ ബ്രഹ്മാണ്ടപതിയായി പരിപൂർണതമനായി ശ്യാമസുന്ദരനായി കോടി മന്മഥനായി പീതാംബരം ധരിച്ച് വനമാല, വംശി, കനകനൂപുരം, തോൾവള, അതുപോലെ കടകം, മാലകൾ, കൗസ്തുഭം, മോതിരങ്ങൾ എന്നിവണിഞ്ഞ അതിമനോഹരനായി വിലസുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട് ഭൂഭാരവൃത്താന്തം അറിയിച്ചു. സംഗതികൾ ബ്രഹ്മാവ് പറഞ്ഞറിഞ്ഞ ഭഗവാൻ ഭൂഭാരഹരണത്തിനായി ദേവകളോട് വേണ്ട വിധം കൽപ്പനകൾ നൽകിയ ശേഷം സഹസ്രവദനായ അനന്തനോട് പറഞ്ഞു. അനന്തനോട് ഭഗവാൻ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. അനന്തനത് ശിരസാ വഹിച്ചുകൊണ്ടേയിരിക്കട്ടെ. അല്ലെ, ബാക്കി കഥ നമുക്ക് നാളെ പറയുന്നല്ലേ ഭംഗി. ഇന്നും പുഞ്ചിരി കൊണ്ടു നീ തെളിവെണ്ണം പാടി മുറ്റത്തുപോലെന്നുള്ളിൽ കമലായ ദാക്ഷ കളിയാടേണം കൃപാവാരിധേ. പൊന്നിൻ കാൽത്തളയും കിലുക്കി ഇരുളത്തെങ്ങാനോടാതെ എൻ മുന്നിൽ തന്നെ കുണുങ്ങി ഇങ്ങനെ വിളങ്ങിയിടേണമെന്നും പ്രഭോ. അതല്ല ഞാനും പറയുന്നത്. ഒതും പോകാതെ എന്റെ ഹൃദയത്തിൽ തന്നെ ഇരിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാത് കരോമി യത്തിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ആ നാരായണനെ കൊണ്ട് സമർപ്പിച്ചു.